അപ്പോഴത്തേ നമ്മൾ ജയ്പൂർ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് കേട്ടോ. ഇവിടെ എല്ലാം യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് മൊത്തം വഴി നിറച്ച്. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ കണ്ടിരിക്കുകയാണ്. നമ്മൾ മുംബൈയിൽ നിന്ന് വരുമ്പോഴും കണ്ടിരുന്നു, അതുപോലെ തന്നെ ഗുജറാത്തിൽ വഡോദരയിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇതാ രാജസ്ഥാനിൽ വെച്ച് ഡൽഹിക്കുള്ള റൂട്ട് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇതാണ് രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള മെയിനായിട്ടുള്ള എക്സ്പ്രസ് വേ. അപ്പോൾ കൃഷിസ്ഥലങ്ങളാണ് ഇവിടെ മുഴുവൻ, രാജസ്ഥാനിലെ കൃഷിസ്ഥലങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. ഈ ഹൈവേ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോവുകയാണ്. ഞാൻ ഈ ഹൈവേയുടെ അടിയിലൂടെയാണ് പോകുന്നത്. പകുതി ബിസ്ക്കറ്റ് തന്നു, പകുതി അവളുടെ വയറ് നിറഞ്ഞെന്ന് തോന്നുന്നു. കുഞ്ഞിപ്പെണ്ണേ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? അടിപൊളിയല്ലായിരുന്നു? നമ്മൾ ഇന്നലെ ഒരു പാടത്തിൻ്റെ സമയമാണ് നമ്മൾ ടെൻ്റ് അടിച്ച് കിടന്നത്. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ അവിടുന്ന് നമ്മൾ പോകുന്നു. പെട്രോൾ പമ്പിൽ കിടക്കാൻ സ്ഥലമില്ലായിരുന്നു. അവിടെ ഈ പിന്നെ കൊയ്ത്തന്ത്രങ്ങളുടെ ബാഹുല്യം മൂലം അവിടെ കിടക്കാൻ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ ആ സൈഡിലുള്ള പാടത്ത് തന്നെ നമ്മൾ ടെൻ്റ് അടിച്ച് കിടന്ന്. ലേറ്റ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാണ് കിടന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ അടുത്തെങ്ങും ഹോട്ടലുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നൂഡിൽസും നമ്മുടെ കയ്യിലിരുന്ന പച്ചക്കറി എല്ലാം കൂടി ചേർത്തൊരു വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ട്. രാത്രി കിടന്നുറങ്ങി. അപ്പോൾ ശരി, നമ്മൾ എക്സ്പ്രസ് വേ ഒക്കെ കണ്ട് പതിയെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ചമ്പൽ നദിയുടെ കരയിലാണ് നിൽക്കുന്നത്. ഇതാണ് ചമ്പൽ നദി. അപ്പോൾ ചമ്പലിലെ ഒരു വെള്ളച്ചാട്ടമാണിത്. വെള്ളച്ചാട്ടമല്ല, ഡാം കെട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡാമാണിത്, ഒരു ചെക്ക് ഡാം. വേനൽക്കാലത്തും വെള്ളം നിലനിർത്താൻ വേണ്ടി പല നദികളിൽ നിന്നും ഇങ്ങോട്ട് വെള്ളം വഴിതിരിച്ചു വിട്ട് കനാലുകളിലൂടെ വന്ന് ഇതിൻ്റെ അകത്ത് ചേരുന്നതാണ്. ചെയ്തുണ്ടോ, മനോഹരമായ പ്രദേശമാണ്. ഇവിടെ ഒരു പമ്പിങ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് നമ്മുടെ എക്സ്പ്രസ് ഹൈവേയും റെയിൽവേ ലൈനും ഒക്കെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഹൈവേ 1 ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യമേ റൂട്ട് കിട്ടിയത് ചമ്പൽ കഴിഞ്ഞിട്ട് ഹൈവേ എക്സ്പ്രസ് ഹൈവേയിലൂടെയായിരുന്നു. ഇപ്പോൾ അത് മാറി ഞാൻ 1 തന്നെ വന്നു. കാരണം അവിടെ പോയിട്ട് വഴി തിരിഞ്ഞു പോരേണ്ടി വന്നു. അപ്പോൾ അത് തികച്ചും കല്ല് തന്നെയാണ് കേട്ടോ. 2 സൈഡും കല്ല് തന്നെയാണ്. നടുവിലൂടെയാണ് ഈ നദി ഒഴുകി വരുന്നത്. നല്ല മനോഹരമായൊരു നദി. അധികം വൃത്തികേടൊന്നുമില്ല. ചെറിയ ചെറിയ ഈ മാലിന്യങ്ങളുണ്ടെങ്കിലും അധികം വൃത്തികേടൊന്നും ഇല്ലാത്ത ഒരു നദിയാണ്. ഇത് കണ്ടോ, മനോഹരമല്ലേ? വേനൽക്കാലം തുടങ്ങി കേട്ടോ. 42 ഡിഗ്രി ചൂടിലാണ് ഇപ്പോൾ ഈ വെള്ളം ഒഴുകി വരുന്നത്. പല കനാലുകളും കൂട്ടി യോജിപ്പിച്ചുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ കരയിലൊക്കെ ആൾക്കാർ അലക്കുന്നതും കുളിക്കുന്നതും ഒക്കെ കാണാം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും കുഞ്ഞിയും കൂടി യാത്ര തുടരുകയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.